കാസർഗോഡ് ബേസായിട്ടുള്ള മംഗലാപുരം കർണാടക ബേസായിട്ടുള്ള പുത്തൂർ എന്ന് പറഞ്ഞ മുഹമ്മദിയ ഉംറാജ് ഗ്രൂപ്പ്, അയാളെ പേര് അഷറഫ് സക്കാഫി, ഇയാളാണിത് അമീർ നേതൃത്വം കൊടുക്കുന്നത്. വേറെ 4ഓളം ആളുകൾ അവരെ കൂടിയുണ്ട്. ഏകദേശം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 160ഓളം ആളുകളെ ഇവിടെ നിന്ന് ഇയാൾ ഉംറക്ക് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവിടെ വെച്ചിട്ട് വിസൻ്റെ പ്രിൻ്റ് എടുക്കാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ പെങ്ങളെ നാത്തൂൻ്റെ മകള്, ഉമ്മ സുഖമില്ലാത്തത്, പെങ്ങളെ നാത്തൂന് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്. ആ മെഡിസിൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് ഉംറ മക്കത്ത് കഴിഞ്ഞ് മദീനത്തെത്തോടുകൂടി ഇയാൾ അവിടുന്ന് റൂമിന് ക്യാഷ് കൊടുക്കാനുണ്ടാകുന്നതും 2-3 ദിവസം മര്യാദയ്ക്ക് നിന്നു. പിന്നെ ഇയാൾ അവിടുന്ന് എന്ത് പറഞ്ഞു, എനിക്ക് മക്ക വരെ പോകണമെന്ന് പറഞ്ഞ അയാൾ പോയിട്ട് അവിടുന്ന് നേരെ വന്ന അയാൾ ഇവിടെയാണ് പൊങ്ങിയത്. അതോടുകൂടി അവിടെയുള്ള കംപ്ലീറ്റ് പിന്നെ ഇവർക്ക് ഭക്ഷണം കിട്ടാതെയും റൂമുകാരെ ഇന്നലെ 2 മണിക്ക് ഇവരെ ഇറക്കി ആ കൊടും തണുപ്പത്ത് റോട്ടിൽ നിർത്തി. പിന്നെ സംഘടനകളും വരും ഒക്കെ ബന്ധപ്പെട്ടതിൻ്റെ ശേഷം 3 ബസ് മുഖാന്തരം ഇവരെ ദമാം എയർപോർട്ടിലേക്ക് അയച്ചു. ഈ വയസ്സായ ആളുകളെ, എൻ്റെ ഇതിൽപ്പെട്ട 4 ആളുകളെ ഞങ്ങൾ സ്വന്തം ചെലവിൽ റൂം എടുത്ത് കൊടുത്ത് അവിടെ നിർത്തി, സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്ത് ഇവർ നാളെ വൈകിട്ട് കയറിയിട്ട് മറ്റന്നാൾ എത്തും. ഇപ്പോൾ ഒരു ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് വരാണ്ട്, ഇതിൽ ഏകദേശം ഒരു 10-20ഓളം ആളുകൾ ഇപ്പോൾ അടുത്ത് വരുന്ന ഫ്ലൈറ്റിലുണ്ട്. ഇത് കഴിച്ച് ബാക്കി ആളുകൾ ഫുള്ള് ദമാം എയർപോർട്ടിൽ പിന്നെ നിൽക്കുന്നുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല. അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ വലിയ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ഇതിലുണ്ട്, ഞങ്ങൾക്ക് തരാം. ഇതാണ് വരെ കണ്ടീഷൻ. ഈ 65 രൂപ മുതൽ 85 രൂപ വരെ പല ആളുകളിൽ നിന്നും ഇയാൾ ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ട ഒരു സർവീസ് ഇയാൾ കൊടുത്തിട്ടുമില്ല. അവിടെ അത് മീഡിയ വൺ അവിടെ വന്നിനി ഇന്നലെ. മീഡിയ വൺ വന്നപ്പം ഇയാൾ അവിടുന്ന് എന്തൊക്കെ പറഞ്ഞതിന് ശേഷം ഓല എടുക്കാതെ അവിടുന്ന് പോയി. കറക്റ്റ് ആരും പറയാനുണ്ടായില്ല. അത് സ്ത്രീകളെ നിങ്ങൾ കണ്ടില്ലേ, ആ ഇരിക്കുന്ന അങ്ങനത്തെ വയസ്സായ ആളുകളൊക്കെയാണ് ഉള്ളത്. 85-90, അത് മലയാളം പറഞ്ഞാൽ തിരിയാത്ത 85-90 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഇയാൾ അഡ്വാൻസ് കൊടുക്കാതെയാണ് ഇയാൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഫുഡിന് പേ ചെയ്യണം, അതിന് നല്ലൊരു എമൗണ്ട് വരും. പിന്നെ റിട്ടേൺ ടിക്കറ്റ്, അത് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇയാൾ എന്താ ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വിസ അടിക്കുന്ന പൈസയും അതുപോലെ ടിക്കറ്റിൻ്റെ പൈസയും ഇത് മാത്രമേ ഇതിന്. പിന്നെ മക്കത്ത് കുറച്ച് നിന്നതിൻ്റെ ഇതും. പിന്നെ മദീനത്ത് എത്തിയോടുകൂടി ഇയാൾ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. അവിടെ ഉള്ള ആരോടും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ഗ്രൂപ്പിനെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ല, ഇയാളെ കൂട്ടത്തിലില്ല. അത് പിന്നെ ഉള്ള ആളുകളിൽ തന്നെ കുറച്ച് ആളുകളുണ്ട്, ഇയാളത് ആൾക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കൈ മലർത്തി. ഇവർക്ക് അവിടെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, ഭയങ്കര തണുപ്പാണ്. ഇതൊന്നും താങ്ങാനുള്ള ശേഷിയുള്ള ആൾക്കാരൊന്നും ഇതിലില്ല. ഒക്കെ പ്രായമുള്ള ആൾക്കാരും